ഗൈസ്, അപ്പം നമ്മൾ മാങ്ങ പെരക്കിലേക്ക് നോക്കുകയാണ്. അപ്പോൾ കുറച്ച് തേങ്ങ, പിന്നെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന മാങ്ങയാണ് നമ്മളെ വീട്ടിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഹാഫ് പോർഷൻ, ഇത് വലിയ മാങ്ങയാണ്. സോ നമ്മൾ ഇത്രയും ഒരു കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇതിൻ്റെ ഇനി തോല് പൊളിക്കണം. ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. കട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പം നമ്മൾ മാങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട്. പച്ചമുളക് വേണം അല്ലേ? പച്ചമുളകിനായിട്ട് അമ്മ ഫ്രിഡ്ജൊക്കെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഗൈസ്, അപ്പം നമ്മൾ ആദ്യം അമ്മ എൻ്റെ എടുത്തത് 4 പച്ചമുളകാണ്. പിന്നെ മരുമകനെ ആലോചിച്ച അമ്മ അതെന്ത് ചെയ്യുന്നു, 3 പച്ചമുളകിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി എന്ത് ചെയ്യുന്നേ, ഇനി മിക്സിയിലേക്ക് ഇടുകയാണ്. മിക്സിയിലേക്ക് ഇടുകയാണ് അല്ലേ? ഓക്കെ 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 ഓക്കെ. നമ്മളിപ്പോൾ ചെയ്ത് വെച്ച സാധനങ്ങളെല്ലാം നമ്മൾ മിക്സിയിലേക്ക് ഇടുകയാണ്. കുറച്ച് കടുക് കൊടുക്കാം. കടുക് ഇതിലിടുന്നുണ്ടാ? ഓക്കെ. കടുക് ഞാൻ ആദ്യമായിട്ട് അറിയുന്നതാണ് മിക്സിയിൽ കടുക് ഇട്ടിട്ടായിരിക്കുന്നു. ബട്ട് ആദ്യമായിട്ട് തീർച്ചയായും എനിക്ക് അത്ര വലിയ കുക്കിംഗ് അറിയില്ല, അതായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കടുക് നമ്മൾ ഇടുകയാണ് ഇതിലേക്ക്. ഓക്കെ, ഇനി കുറച്ച് നമുക്ക് വെള്ളം ഒഴിക്കണം ഇതിലേക്ക്. വെള്ളം ഒഴിച്ചു. ഒരു കാ ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഉപ്പ്, എനിക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇടുക. 1/4 ടീസ്പൂൺ. യെസ്, 1/4 ടീസ്പൂണാണ് നമ്മൾ ഇടുക. നമുക്ക് അത്ര ഉപ്പ് നമുക്ക് വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി എങ്ങനെയാണ് ഉപ്പുള്ളത് അതുപോലെ ഇടുക. നമ്മളിപ്പോൾ 1/4 ടീസ്പൂൺ ഇട്ടു. ഇനി മിക്സിയിലിട്ട് അരക്കുക. ഇനി അരച്ചിട്ട് ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ നാടൻ മാങ്ങ പെരക്ക് ആയിട്ടുണ്ട്. ഇത് നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇൻഗ്രീഡിയൻസ് എല്ലാം അടിച്ചിട്ട് ഇതിലേക്ക് സെർവ് ചെയ്യാണ്. എനിക്കിന്ന് വറുത്തിടണം തോന്നുന്നു അല്ലേ? കടുകും കറിവേപ്പിലയും വറുത്തിടും. അപ്പോൾ ഓക്കെ, മുളകും ഓക്കെ. അന്ന് ജസ്റ്റ് അതിലുള്ള ബാക്കിയുള്ളതും കൂടി നമ്മൾ ലേശം വെള്ളം ഒഴിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിനെ വറുത്തിടണം. അതോടെ നമ്മുടെ നാടൻ മാങ്ങ പെരക്ക് റെഡി ആയിട്ടുണ്ടാവും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ഇതിൽ തന്നെ ആക്കിയത് നമ്മൾ ഇതല്ലല്ലോ നമ്മുടെ പാത്രം, ഇതിൽ തന്നെ എല്ലാം വറുത്തിടാൻ തുടങ്ങിയ. ഓക്കെ, അപ്പോൾ നമ്മൾ എണ്ണ ഒന്നിച്ചിരി ചൂടാവണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത്രയും കടുക് നമ്മൾ കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. തെറിക്കുന്നു. സോ കുറച്ച് കടുക് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് വറ്റൽ മുളക് ഉണ്ടെങ്കിൽ അതും ഇടാം. പിന്നെ നമ്മൾ കരിവേപ്പിലയാണ് ഇടുന്നത്. കരിവേപ്പില ഇടുകയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് വറ്റൽ മുളക് ഇടാം. നമുക്കിപ്പം ഉണ്ടല്ലേ? ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ നമ്മൾ ഇതിൽ വറുത്തിട്ടത് ഒഴിച്ചിട്ടുണ്ട്. then ഇത് ഇളക്കി കൊടുക്കണം. ഓക്കെ, അപ്പം നമ്മുടെ നാടൻ മാങ്ങാ പെരക്ക് റെഡി ആയിട്ടുണ്ട്. വലിയ പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ് തന്നെ വേണ്ടെന്ന് തോന്നില്ല. പെട്ടെന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഗൈസ്, ഇത് നിങ്ങൾ ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എങ്ങനെയുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് ഇതിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ ഗൈസ്. ബൈ.